Good morning. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? യെസ്, കഴിച്ചു. ഓക്കെ ഓക്കെ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടില്ലേ അമ്മമാര്? ഞാൻ കഴിച്ചു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി പിള്ളേരെ സ്കൂളിലാക്കി അതിന് ശേഷമാണ് വന്നത്. യെസ്, പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് ടോപ്പിക്കും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ആ JCI എന്ന് പറഞ്ഞ അടുത്ത സെക്ഷനിലേക്ക് പോകാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. അതിൽ 7ാമത്തെ റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. ഇനി അടുത്തത് 8ാമത്തെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി FMS. അവിടെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമും നോക്കി വെക്കണം കേട്ടോ. FMS, എക്സ്പാൻഡ് FMS. Write the expanded form of FMS. Okay, FMS stands for Facility Management and Safety. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി സൗകര്യങ്ങൾ അല്ലെ, അതായത് അവിടുത്തെ ബിൽഡിങ്ങുകൾ, അവിടുത്തെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് തുടങ്ങിയവ സുരക്ഷിതമായി പരിപാലിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് FMS എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്. ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഒക്കെ സുരക്ഷിതമായി പരിപാലിക്കുക. അതില് FMS 1 the organization summary ആണ് ട്ടോ. The organization has a system in place to provide a safe and secure environment. എങ്ങനെയാണ് സേഫ് ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിന് ഓർഗനൈസേഷന് ഒരു സംവിധാനമുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. Organization has a system in place to provide a safe and secure environment. നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നതിന് ആ ഓർഗനൈസേഷന് പ്രത്യേക സംവിധാനമുണ്ട്. രണ്ടാമത്തെയാണ് FMS 2, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി 2. സെക്കൻഡ് ഇതിനകത്ത് വരുന്ന ഏതാ? The organization, environment and facilities operate in a planned manner and promote environment friendly measures. ഇനി ആ സ്ഥാപനത്തിന്റെ അന്തരീക്ഷവും അവിടുത്തെ ഫെസിലിറ്റി ഒക്കെ എങ്ങനെയായിരിക്കണം? ഒരു ആസൂത്രിതമായ രീതിയിൽ വേണം പ്രവർത്തിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഫെസിലിറ്റി, എൻവയോൺമെന്റ്, ഇതൊക്കെ എങ്ങനെയായിരിക്കണം? ഒരു ആസൂത്രിതമായ രീതിയിലായിരിക്കണം. പിന്നെ പ്രൊമോട്ട്, എന്തിനെ പ്രോത്സാഹിപ്പിക്കണം? പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെഷേഴ്സ്, നമുക്ക് പരിസ്ഥിതിക്ക് സൗഹാർദ്ദമായിട്ടുള്ള നടപടികൾ, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ് നല്ല ആസൂത്രിതമായ രീതിയിൽ, അതുപോലെ സൗകര്യങ്ങളും ഒക്കെ നല്ല പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ക്രമീകരിക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? എക്കോ ഫ്രണ്ട്ലി മെഷേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെഷേഴ്സ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. അടുത്തത് മൂന്നാമത്തെ FMS 3 ആണ്. The organization, environment and facilities operate to ensure the safety of patients, their families and staff and visitors. ഇനി ആ സ്ഥാപനത്തിന്റെ അന്തരീക്ഷവും അവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ എന്തുറപ്പ് നൽകണം? എല്ലാ പേഷ്യൻസിനും സുരക്ഷിതത്വം, അവർക്കൊരു സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ എല്ലാ ഫാമിലീസിനും, പേഷ്യൻസിനും അവരുടെ ഫാമിലീസിനും ഒക്കെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ, പിന്നെ സ്റ്റാഫിനും വിസിറ്റേഴ്സിനും എല്ലാവർക്കും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും പേഷ്യൻസിനും ഫാമിലിക്കും ഒക്കെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള അന്തരീക്ഷവും സൗകര്യങ്ങളും ഹോസ്പിറ്റൽ, അതിനനുസരിച്ചായിരിക്കണം ഹോസ്പിറ്റൽ പ്രവർത്തിക്കേണ്ടത്.
അടുത്തത് FMS4 ആണ്. The organization has a program for facility, engineering, support services and a utility system. ഈ ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിന് എന്തുണ്ട്? has a program, ഒരു പദ്ധതി ഉണ്ട്. എന്തിനു വേണ്ടി? for the facility, സൗകര്യങ്ങളും, എഞ്ചിനീയറിംഗ് സപ്പോർട്ട് സർവീസ്, യൂട്ടിലിറ്റി, ആ ഹോസ്പിറ്റലിലെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട്. The organization has a program for facility, engineering, support services and utility system. അതിനൊക്കെ ഒരു പ്രത്യേക ഒരു പ്രോഗ്രാം ഉണ്ട്. ഇനി അടുത്തത് നോക്കിയേ, FMS5 ആണ്. The organization has a program for medical equipment management. അതൊന്ന് ടിക്ക് ഇട്ടോ കേട്ടോ. FMS5 പഠിക്കണം. The organization has a program for medical equipment management. Medical equipment, ഹോസ്പിറ്റലിലെ equipments, medical equipments, അതിന്റെ കൈകാര്യവും അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം സ്ഥാപനത്തിലുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളാം. അവിടെ മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് അങ്ങനെ അണ്ടർലൈൻ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ഹോസ്പിറ്റലില്. മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് എന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. FMS5 മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ്, അതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അടുത്തതാണ് FMS6 ആണ്. The organization has a program for medical gases, vacuum and compressed air. ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിന് ഒരു പ്രോഗ്രാം ഉണ്ട്. എന്തിനു വേണ്ടി? ഫോർ മെഡിക്കൽ ഗ്യാസസ്, വാക്വം ആൻഡ് കംപ്രസ്ഡ് എയർ. മെഡിക്കൽ ഗ്യാസുകൾ കൈകാര്യം ചെയ്യുന്നത്, വാക്വം ഒക്കെ നമുക്കറിയാം സക്ക് ചെയ്ത് എടുക്കാനുള്ളത്, കംപ്രസ്ഡ് എയർ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അടുത്തത് FMS7 ആണ്. അതും ടിക്കിടണം കേട്ടോ. അതിൽ രണ്ടെണ്ണം നിങ്ങൾ പഠിക്കണം. FMS5 പഠിക്കണം, 7 പഠിക്കണം. എന്താ? The organization has a plan for fire and non-fire emergencies within the facilities. ആ ഫെസിലിറ്റിക്കുള്ളിലെ ഫയർ, നോൺ ഫയർ, നമ്മള് ഫയർ ഒക്കെ ഉണ്ടാക്കുമ്പോഴും അങ്ങനെയുള്ള ഒരു അടിയന്തര അവസ്ഥ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് പിന്നെ നോൺ ഫയർ എമർജൻസീസ്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഗ്യാസുകൾ വല്ല ലീക്ക് ആവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള, അപ്പൊ അങ്ങനെയുള്ള എമർജൻസി കാര്യങ്ങളില് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം വേണം. അതായത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായാൽ നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതിന് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. The organization has a plan for fire and non-fire emergencies within the facilities. ആ ഫെസിലിറ്റിക്കുള്ളിലെ ഫയർ, നോൺ ഫയർ എമർജൻസീസ്, അതിനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, ഒരു പദ്ധതി ആ ഒരു സ്ഥാപനത്തിന് ഉണ്ടായിരിക്കണം. രണ്ടെണ്ണമാണ് നമുക്ക് അതിന് പഠിക്കേണ്ടത്. FMS5 ഉണ്ട്, 7 ഉണ്ട്. 5 പറഞ്ഞത് മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ്, മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ്, അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ അടുത്തത് 7ാമത്തേല് ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ്, അത് എന്താണ്? അതിന് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഉണ്ട്. രണ്ടെണ്ണം ക്ലിയർ ആണോ നോക്കിയാ? രണ്ടെണ്ണം ഓക്കെ, പഠിച്ചല്ലോ അല്ലെ? 5 എന്ന് പറയുമ്പോൾ ഏതാണ്? മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് എന്ന് ഓർക്കുക. പിന്നെ 7 ആണ്. 7ല് ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ്, അതിന് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി, പ്ലാൻ ഉണ്ട്, ആസൂത്രണമുണ്ട്. ഇനി അടുത്തത് 9ാമത്തെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു, അതായത് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാത്രം ഉണ്ടാക്കിയാൽ പോരാ അല്ലെ? ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി അതിൽ കുറെ എക്യുപ്മെന്റ്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് നന്നായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനമായോ? ഇല്ല. അവിടെ എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സ് വേണം, മാൻ പവർ വേണം, അത് കൈകാര്യം ചെയ്യാൻ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ വേണം അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഈ മാൻ പവറിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ മെഷീൻസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രവർത്തിപ്പിക്കാം, പക്ഷെ അവർക്കുടെ ബിഹേവിയർ വ്യത്യാസമായിട്ടിരിക്കും അല്ലെ? അവർക്കുടെ ചിന്തകള്, കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ? ഒരു ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
അപ്പൊ ഇതിനകത്ത് 9th 1 പറഞ്ഞേക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, HRM. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് HRM 1 എന്താണ്? ദ ഓർഗനൈസേഷൻ ഹാസ് ഡോക്യുമെന്റഡ് സിസ്റ്റം, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് സംവിധാനം ഉണ്ട്. എന്തിന്? ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ആ ഒരു ഓർഗനൈസേഷനിലെ ആ ഒരു സ്ഥാപനത്തിന്റെ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യര്, മാൻ പവർ, അതിന്റെ ആസൂത്രണത്തിന് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് സിസ്റ്റം ഉണ്ട്. സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് അവിടെ അറിയാം എത്ര സ്റ്റാഫുകൾ ഉണ്ടെന്നും ഓരോ ലെവലുകളിലും ഉള്ള സ്റ്റാഫ് എല്ലാവരെയും മാനേജ് ചെയ്യണം. ഹൈ ലെവൽ ടു ബോട്ടം ലെവൽ അല്ലെ, നമ്മൾ ഏറ്റവും ഉയർന്ന തട്ട് മുതൽ ഏറ്റവും താഴെ തട്ട് വരെയുള്ള എല്ലാവരെയും ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകണം അല്ലെ. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് സിസ്റ്റം ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. എന്തിന്? ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഫസ്റ്റ് ഒന്നാമത്തെ HRM 1 ടിക്ക് ഇടണം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അത് അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ. ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സിനെ ആസൂത്രണം നമ്മൾ ചെയ്യുന്നതിന് ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റഡ് സിസ്റ്റം ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അത്ര അണ്ടർലൈൻ ചെയ്തിട. ഇനി HRM 2 the organization implements a defined process for staff recruitment. ഇനി എന്താണ്? സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക. ആ സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ്. വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കണ്ടെത്തുക, ഫൈൻഡ് ഔട്ട്, കണ്ടെത്തുകയാണ്. നമ്മളിപ്പോ ഒരു ഇഷ്ടംപോലെ റിക്രൂട്ട്മെന്റ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കമ്പനിയൊക്കെ അല്ലെ, ഇന്ന ദിവസം റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന്. അപ്പൊ ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും വേക്കൻസികൾ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ ഫില്ല് ചെയ്യാൻ സ്ഥാപനം എന്ത് ചെയ്യണം? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അല്ലെ. അല്ലാതെ നമ്മൾ ആ സ്ഥാപനം എത്രത്തോളം കാലമുണ്ട് അത്ര നാളും അവിടെ വേക്കൻസി വരാം. അതായത് ഒരു പ്രാവശ്യം നിർത്തി ചെയ്ത് തീരേണ്ട കാര്യമല്ല. ആ കമ്പനി ഉള്ളിടത്തോളം കാലം റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കണം അല്ലെ. ആളുകൾ റിട്ടയർഡ് ആയി പോകാം, അല്ലാതെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് പോകാം അല്ലെ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകാം. അപ്പൊ അങ്ങനെയൊക്കെ എപ്പോഴും എന്താണ് ഈ ഒഴിവുകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ HRM-ലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റിക്രൂട്ട്മെന്റ് നമ്മള് HAല് മൊഡ്യൂള് 3 മൂന്നാമത്തെ ചാപ്റ്ററിൽ HRM-ല് കുറച്ച് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂ, അതൊക്കെ കുറച്ച് കാര്യങ്ങളോടെ പഠിച്ചതാണ്. നിങ്ങൾക്കറിയാം. അപ്പൊ ആ കമ്പനി ഉള്ളിടത്തോളം കാലം റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ റിക്രൂട്ട്മെന്റിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്, ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞ റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ചെലവേറിയ കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെതായ ഓരോ സ്റ്റെപ്സും കാര്യങ്ങളും ഇതൊക്കെ അതിന് അത്രയും ടാലന്റഡ് ആയിട്ടുള്ളവർ വേണം, റിക്രൂട്ടേഴ്സ് എന്നൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ചതാണ്. അപ്പൊ എന്തായാലും HRM 2 പറഞ്ഞേക്കുന്നത് എന്താണ്? ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ആ ഓർഗനൈസേഷന് എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. അടുത്തതാണ് HRM 3 നോക്കി. 3 എന്താ പറയുന്നത്? സ്റ്റാഫ്സ് ആർ പ്രൊവൈഡഡ് ഇൻഡക്ഷൻ ട്രെയിനിങ് അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ദ ഓർഗനൈസേഷൻ. ടിക്കിടണം കേട്ടോ. അവിടെ ഇൻഡക്ഷൻ ട്രെയിനിങ് അണ്ടർലൈൻ ചെയ്താൽ മതി, ഫുൾ ആയിട്ട് നോക്കണ്ട. സ്റ്റാഫ് ആർ പ്രൊവൈഡഡ് ഇൻഡക്ഷൻ ട്രെയിനിങ്, അത് പഠിച്ചിട്ടുണ്ടോ? ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ അല്ലെ. പുതിയ സ്റ്റാഫുകളൊക്കെ ആളുകൾ കമ്പനിയിലേക്ക് പുതിയതായിട്ടുള്ളവര് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് ഒരു ഓറിയന്റേഷൻ, അത് ഇൻഡക്ഷൻ കൊടുക്കണം അല്ലെ. കമ്പനീനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അവിടുത്തെ ജോലി സാഹചര്യങ്ങള് മറ്റ് എംപ്ലോയീസിനെയൊക്കെ ഫെമിലിയർ ആക്കുന്ന, പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ആ സ്റ്റാഫിന് എന്ത് കൊടുക്കണം? പ്രൊവൈഡഡ് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം. എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് ദ ജോയിനിങ് ദ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിന് ജോയിൻ ചെയ്യുമ്പോൾ, at the time of joining the organization, ആ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവര് ആദ്യമായിട്ട് ചെല്ലൂലേ സ്ഥാപനത്തിലേക്ക്, ജോലിക്ക് ആദ്യമായിട്ട് ന്യൂ അപ്പോയിന്റീസ് ആണ്, പുതിയതായിട്ട് ജോലിക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം. അതിന് ആർക്ക്? സ്റ്റാഫിന്.
ഓക്കെ, അതാണ് HRM3 പറയുന്നത്. അവിടെ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി HRM4 എന്താ? There is an ongoing program for professional training and development of the staff. Ongoing program ചില കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. ഇതിനു വേണ്ടി പ്രൊഫഷണൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റാഫ്. സ്റ്റാഫിന് ട്രെയിനിങ് അവരുടെ വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ മന്ത്ലി ആയിട്ടൊക്കെ നമുക്ക് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാം. എന്തിനു വേണ്ടി? അവരെ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ അവർക്ക് 6 മാസം കൂടുമ്പോഴെല്ലാം അവർക്കും ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പിന്നെ അടുത്തതാണ് HRM5 നോക്കിയേ. Staffs are appropriately trained based on their specific job description. നിർദ്ദേശ ജോലി അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാഫിന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. Staffs are appropriately trained. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ഏതിന്? എങ്ങനെ? ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോലിയുടെ നിർദ്ദേശം അനുസരിച്ച്. അപ്പൊ ആ ജോലിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതിന് ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കണം കൊടുക്കേണ്ടത്, അല്ലെ? അപ്പൊ അവർക്ക് അലോട്ട് ചെയ്തേക്കുന്ന ജോലി ഏതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫിന് കൊടുക്കണം. അതാണ് HRM5 പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ 6 ആണ്, അത് ടിക്ക് ഇട്ടോ കേട്ടോ. HRM6 ടിക്ക് ഇടണം. Staffs are trained in safely and quality related aspects. ഇനി എങ്ങനെ വേണം സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കാൻ? സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, അല്ലേ? സുരക്ഷ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി റിലേറ്റഡ്, നല്ല ഗുണനിലവാരം വേണം. ആ വശങ്ങള്, സേഫ്റ്റി ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വശങ്ങള്, അതിനനുസരിച്ച് വേണം സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കാൻ. അങ്ങനെ വേണം അവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട്. അല്ലാതെ തോന്നിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയ ഒരു ട്രെയിനിങ് അവിടെ എല്ലാം കൊടുക്കുന്നത്. എന്താണ്? സ്റ്റാഫ്സുകൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്? ഇൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ്. സുരക്ഷിതത്വവും ഗുണനിലവാരവും ബന്ധപ്പെട്ട് അങ്ങനെ അതുമായിട്ടുള്ള വശങ്ങൾ വെച്ചിട്ടാണ് സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ, സ്റ്റാഫ്സ് ആർ ട്രെയിൻഡ് ഇൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ്. സ്റ്റാഫ്സ് ആർ ട്രെയിൻഡ്, സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? ഇൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. ഓക്കെ, 6ാമത്തെ ആ വശങ്ങൾ അതിനെ വെച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് 13 ഉണ്ട് എങ്കിലും അതിൽ 3 മാത്രം പഠിച്ചാൽ മതി. HRM1, 3, 6. ഓക്കെ ആണോ നോക്കിയേ. HRM1 നമ്മൾ ഏതാ പറഞ്ഞേ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അല്ലെ? അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. HRM3 എന്താ പറഞ്ഞേക്കണേ? ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫിന്, അല്ലെ? സ്റ്റാഫിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അടുത്തത് എന്താണ്? ഇനി HRM6 പറഞ്ഞേക്കുന്നത് ഇനി സ്റ്റാഫിന് എങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കണം? സേഫ്റ്റി ക്വാളിറ്റി വശങ്ങള്, സുരക്ഷയും അതുപോലെ ക്വാളിറ്റി ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വശങ്ങള്, അതിനനുസരിച്ചുള്ള ട്രെയിനിങ് സ്റ്റാഫിന് കൊടുക്കണം. അങ്ങനെ വേണം ട്രെയിൻ ചെയ്യിക്കാൻ. 3 ക്ലിയർ ആയോ നോക്കിയേ. എന്നിട്ട് ബാക്കിത്തെ നോക്കാം നമുക്ക്. ഓക്കെ ആണോ നോക്കിയേ? 3 ഹ്യൂമൻ റിസോഴ്സ്, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. പിന്നെ അടുത്തത് 3ാമത്തേല് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് 6ാമത്തേല് എങ്ങനെയാണ് നമ്മൾ ആ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും സേഫ്റ്റി ക്വാളിറ്റി, ആ 2 കാര്യങ്ങൾ നോക്കി വേണം അതിൻ്റെതായ രീതിയിൽ വേണം ട്രെയിനിങ് കൊടുക്കാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? 3 പഠിച്ചല്ലോ അല്ലെ? ഇതിങ്ങനെ കുറേയും കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാനാണ് ഓരോന്നും ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട്. ഇനി ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും നോട്ട് ചെയ്ത് വെക്കണ്ട, അങ്ങനെ സിമ്പിൾ ആയിട്ട്. ഇനി ആവുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും കേട്ടോ. എന്തായാലും ഇതിൽ ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇത്രയും ഉണ്ടല്ലോ, നമ്മൾ ഈ 100 സ്റ്റാൻഡേർഡോളം പഠിച്ചിട്ടാണ് നമുക്ക് അത്രയും പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും അക്രഡിറ്റേഷൻ പഠിക്കുമ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഷോർട്ട് ചെയ്ത് തന്നെ പഠിച്ചും പോയാൽ മതി കേട്ടോ. ഇനി അടുത്ത 7 നോക്കിയേ. ആൻ അപ്രൈസൽ സിസ്റ്റം. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അസസ് ചെയ്യുക, വിലയിരുത്തൽ സംവിധാനം.
For evaluation, the performance of staff exists as an integral part of the human resource management process. Human resource management process ന്റെ അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് എന്ത് അപ്രൈസൽ സിസ്റ്റം. അവരെ വിലയിരുത്തണം. ആ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു വിലയിരുത്തൽ സംവിധാനം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ്സിന് അനിവാര്യമായിട്ടുള്ള ഭാഗമാണ്, ഇന്റഗ്രൽ പാർട്ടാണ്. അടുത്തത് HRM 8 നോക്കിയേ. HRM 8 പ്രോസസ് ഫോർ ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിയൻസ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരാതികൾ കേട്ടോ. ഡിസിപ്ലിനറി അച്ചടക്കവും പരാതികളും ഒക്കെ കൈകാര്യം ചെയ്യാൻ ഹാൻഡ്ലിംഗ് ഈസ് ഡിഫൈൻഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോ സ്ഥാപനത്തില് നമുക്ക് എന്താ പറയാ, പരാതികൾ ഉണ്ടാകാം, എന്തെങ്കിലും ഡിസിപ്ലിനറി കാര്യങ്ങൾ ചെയ്യേണ്ട വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാ? അത് കൃത്യമായി നിർവചിച്ചിട്ടും അതുപോലെ ആ രീതിയിൽ കറക്റ്റായ രീതിയിൽ തന്നെ ആ സ്ഥാപനത്തിൽ അത് നടപ്പിലാക്കണം. അത് കറക്റ്റ് രീതിയിൽ തന്നെ അവരത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകും വേണം. അടുത്ത HRM 9. The organization promotes staff well-being and addresses their health and safety needs. ഇനി എന്ത് ചെയ്യുന്നു? ആ സ്ഥാപനം പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുക. സ്റ്റാഫിന്റെ വെൽബീയിങ്, അവർക്കുടെ ക്ഷേമം, ആൻഡ് അഡ്രസ്സസ് ദെയർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നീഡ്സ്, അവർക്കുടെ ഹെൽത്ത് സേഫ്റ്റി ആവശ്യങ്ങള് ആ സ്റ്റാഫിന്റെ, നമ്മൾ പേഷ്യന്റിന് മാത്രമല്ല അവിടെ പറയുന്നത്, ആ സ്റ്റാഫിന്റെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്കുടെ ഒരു ആരോഗ്യം, അവർക്കുടെ എന്താ പറയാ, പ്രൊമോട്ട് ചെയ്യാൻ വെച്ചാൽ പ്രോത്സാഹിപ്പിക്കാം. സ്റ്റാഫിന്റെ ക്ഷേമവും അവരുടെ ഹെൽത്ത് സേഫ്റ്റി നീഡ്സുകള് അത് അഡ്രസ് ചെയ്യാന്ന് വെച്ചാൽ അഭിസംബോധന ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യണം? ആ സ്ഥാപനം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, പ്രൊമോട്ട് സ്റ്റാഫ് വെൽബീയിങ് ആൻഡ് അഡ്രസ്സസ് ദെയർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നീഡ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ആ സ്ഥാപനം പ്രോത്സാഹിപ്പിക്കണം, പ്രൊമോട്ട് ചെയ്യണം. ഇനി HRM 10 നോക്കിയേ. There is documented personal information for each staff member. ഓരോ സ്റ്റാഫ് മെമ്പറിനും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. അവരുടെ വ്യക്തിഗതമായിട്ടുള്ള, അതായത് ഓരോ സ്റ്റാഫിനെയും സംബന്ധിച്ച് ഇപ്പൊ ആ സ്ഥാപനത്തിൽ മൊത്തമുള്ള ഓരോ സ്റ്റാഫുകളുടെയും ഡീറ്റെയിൽസ്, അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതിനുള്ള ഒരു ഡോക്യുമെന്റ് സംവിധാനം ഹോസ്പിറ്റലിലുണ്ട്. ഇനി HRM 11. A process for credentialing and privileging of medical professionals permitted to provide patient care without supervision. ഇനി ഇതെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന കേട്ടോ. എന്തിനുള്ള സംവിധാനമുണ്ട്? There is a process for credentialing. അധികാരം. ക്രിഡൻഷ്യലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരവും പ്രിവിലേജിങ്, അധികാരവും അവകാശവും. പ്രിവിലേജിങ് അവകാശമുണ്ട്, അതിനുള്ള ഒരു അവകാശമുണ്ട്. ഫോർ മെഡിക്കൽ പ്രൊഫഷണൽസിന് എന്താ? പെർമിറ്റഡ് ടു പ്രൊവൈഡ് പേഷ്യന്റ് കെയർ വിത്തൗട്ട് സൂപ്പർവിഷൻ. അതായത് ഒരു മേൽനോട്ടം ഇല്ലാതെ പേഷ്യന്റ് കെയർ, രോഗി പരിചരണം അത് അനുവദിക്കാൻ മെഡിക്കൽ സ്റ്റാഫിന് കൃത്യമായിട്ടുള്ള ഒരു അധികാരവും അവകാശത്തിനുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന്. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസിന് നമുക്ക് സൂപ്പർവിഷൻ, വേറെ ആരുടെയും സൂപ്പർവിഷൻ, മേൽനോട്ടം ഇല്ലാതെ തന്നെ രോഗി പരിചരണം അത് കൊടുക്കാനായിട്ട് അതിനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അതിനുള്ളൊരു സംവിധാനം ഉണ്ട്. Then HRM 12. There is a process for credentialing and privileging of nursing professional. ആദ്യത്തെ 11 മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ കാര്യമാണ്. ഇവിടെ നഴ്സിംഗ് പ്രൊഫഷണൽസിന് സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് അതിന് അനുവദിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അതിനുള്ള ഒരു പ്രോസസ് ഉണ്ട്. Then HRM 13 നോക്കിയേ. There is a process for credentialing and privileging of paramedical professionals. പാരാമെഡിക്കൽ പ്രൊഫഷണൽസിന് എന്താണ്? സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു അധികാരവും അവകാശവും അതിനുള്ള ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ,
13. അപ്പൊ അതിൽ നിങ്ങൾ ഇത്രയും പഠിക്കാം. 1ഉം 3ഉം 6ഉം പഠിക്കാം കേട്ടോ. 13 ആകെ 3 പഠിക്കാൻ തന്നിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് പഠിക്കണം. HRM 1 എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. പിന്നെ 6ലാണെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റാഫുകൾ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം എന്നാ പറഞ്ഞേക്കണേ. എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം? സേഫ്റ്റി, ക്വാളിറ്റി വശങ്ങൾ നോക്കിയിട്ട്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് 3 പറഞ്ഞു അല്ലെ. എന്താണ് ഇൻഡക്ഷൻ, ഓറിയന്റേഷൻ കൊടുക്കണം ജോയിൻ ചെയ്യുന്ന സ്റ്റാഫിന്. ഓക്കെ, അത് 3 അതിന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി ലാസ്റ്റത്തെയാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. അവിടെയും എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം IMS ആണ്. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് സമ്മറിയാണ്. IMS 1 നോക്കിയേ. Information needs for the patient, visitors and the staff and the management and the external agencies are met. ഇനി IMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതായത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകള്, അതുപോലെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ കൃത്യമായിട്ടും അതുപോലെ സെക്യൂർ ആയിട്ടും അല്ലെ, ആക്യുറേറ്റ് ആയിട്ടും കൃത്യമായിട്ടും അതുപോലെ സേഫ് ആയിട്ടും സൂക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഹോസ്പിറ്റലിനുണ്ട്. അതാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ പേഷ്യൻസിന്റെ ഡേറ്റാസ്, അവരെ കുറിക്കുന്ന ഇൻഫർമേഷൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? വളരെ കൃത്യമായിട്ടും ആക്യുറേറ്റ് ആൻഡ് സേഫ്ലി അല്ലെ, സേഫ് ആയിട്ട് അല്ലെ സെക്യൂർ ആയിട്ട് സുരക്ഷിതത്വമായിട്ട് ആ ഇൻഫർമേഷൻ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞില്ലേ അതിനകത്ത് തേർഡ് പാർട്ടിക്കൊന്നും അക്സസ് ചെയ്യാൻ പറ്റില്ല. HIS പറഞ്ഞതാണ് അത്. നമ്മൾ HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പറഞ്ഞ അത് തേർഡ് പാർട്ടിക്ക് അക്സസ് ചെയ്യാൻ പറ്റില്ല. അത്രയും സുരക്ഷിതമായിട്ട് സെക്യൂർ ആയിട്ട് വെക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിയേ, IMS 1 നോക്കിയേ. ഇൻഫർമേഷൻ നീഡഡ് ഓഫ് ദ പേഷ്യന്റ്, വിസിറ്റേഴ്സ്, സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ ഏജൻസീസ് ആർ മെറ്റ്. എന്താണ് ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്? ഈ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, വിസിറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫ്, ഇവർക്കിടെയൊക്കെ നീഡ്സ് ഹോസ്പിറ്റലിൽ നിറവേറ്റുന്നു. പേഷ്യൻസ് ആണെങ്കിലും എന്തെങ്കിലും നമുക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മള് നമ്മുടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നു, നമ്മൾ നേരെ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുന്നു, അപ്പൊ നമുക്ക് പേര് മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ ചോദിക്കാണ് ഇന്ന ആള് എവിടെയാ സ്ഥലവും അറിയാം, അത്രേ അറിയുള്ളൂ. ഏത് റൂമിലാണ് അഡ്മിറ്റ് ആണ്, ഇന്ന് അഡ്മിറ്റ് ആയത് ഏത് റൂമിലാ, ഒറ്റ സെക്കൻഡ് അവർ ആ സിസ്റ്റത്തിൽ നോക്കി പറയൂലേ. 3rd floor അതിനകത്ത് 205 205 മുറിയിലാണ്, പെട്ടെന്ന് തന്നെ പറയും ഇല്ലേ, പറയില്ലേ? അല്ലാതെ നമ്മൾ ആ ഹോസ്പിറ്റൽ മുഴുവനും അവിടെ അന്വേഷിച്ച് നടക്കേണ്ട ഒന്നും കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ നമ്മൾ എന്തെങ്കിലും എൻക്വയറി അല്ലെങ്കിൽ നമ്മൾ അത് ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലെ ആ ഇൻഫർമേഷൻ സിസ്റ്റം HIS നിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ അതാണ് പേഷ്യൻസിന്, വിസിറ്റേഴ്സിന്, സ്റ്റാഫിന് അവർക്കിടെയൊക്കെ ആവശ്യങ്ങള് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നിറവേറ്റുന്നു. അടുത്തത് IMS 2 പറഞ്ഞു നോക്കി. The organization has process in place for management and control of data and information. Data അല്ല കേട്ടോ, അവിടെ ഡേറ്റ എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ, IMS 2 നോക്കിയേ, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്നാണ്. കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. ആണ്, ഓക്കെ. അപ്പൊ അല്ല കൃഷ്ണേന്ദു അല്ലാന്ന്, അപ്പൊ അത് ഡേറ്റ എന്നാക്കിക്കോട്ടെ. അത് IMS 2 നമ്മൾ ആ സമ്മറി ഓഫ് സ്റ്റാൻഡേർഡില് അത് കൺട്രോൾ ഓഫ് ഡേറ്റ ഒന്ന് കറക്റ്റ് ചെയ്തിടാം കേട്ടോ. DATA ഡേറ്റ. അപ്പോ പേഷ്യൻസിന്റെ ഡേറ്റാസ്, അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനും ഹോസ്പിറ്റലിൽ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. പേഷ്യൻസിന്റെ ഡേറ്റ അല്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡേറ്റാസ്, അത്
അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ അത് നിയന്ത്രിക്കാനും ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അടുത്തതാണ് IMS 3. ടിക്ക് ഇട്ടോ കേട്ടോ, പഠിക്കാനുള്ളതാണ് IMS 3. The patient cared for the organization has a complete and accurate medical record. ആ സ്ഥാപനം ഓർഗനൈസേഷൻ പരിചരിക്കുന്ന പേഷ്യൻസിന് എങ്ങനെയാ അവർക്ക് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടുള്ള ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് സംവിധാനമുണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റലിലെ എല്ലാ പേഷ്യൻസിനും അല്ലെ, എല്ലാ പേഷ്യൻസിനും എന്താ അവരുടെ പൂർണ്ണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. അത് ഹോസ്പിറ്റലിലുണ്ട്. ഓക്കെ, IMS ഹോസ്പിറ്റൽ, നമുക്ക് HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ഓരോ പേഷ്യന്റിനെ കുറിച്ചുള്ള മെഡിക്കൽ റെക്കോർഡ്, അത് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് മെഡിക്കൽ റെക്കോർഡ്, അതിനുള്ള ഒരു സംവിധാനം ഹോസ്പിറ്റലിലുണ്ട്. ആ 3 ഒന്ന് ടിക്ക് ഇടുക. അപ്പൊ അതിനകത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് മെഡിക്കൽ റെക്കോർഡ് അത്ര അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി, അതാണ് എളുപ്പം. ഓക്കെ, അത് അങ്ങനെ എന്താണ് ആ ഓർഗനൈസേഷൻ, ആ ഹോസ്പിറ്റലിൽ കെയർ ചെയ്യുന്ന പരിചരിക്കുന്ന എല്ലാ പേഷ്യൻസിന്റെയും പൂർണ്ണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഹോസ്പിറ്റലിലുണ്ട്. ഇനി അടുത്തത് IMS 4 ടിക്ക് ഇട്ടോ കേട്ടോ, അത് പഠിക്കണം. The medical record reflects the continuity of care. ഇനി ഈ മെഡിക്കൽ റെക്കോർഡ് എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ആ പരിചരണത്തിന്റെ ഒരു തുടർച്ച കിട്ടാൻ നമ്മൾ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടന്നു, ഡിസ്ചാർജ് ചെയ്ത് പോന്നു, അവിടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഡോക്ടർ ഒരു ഡിസ്ചാർജ് സമ്മറി നമുക്ക് തരൂല്ലേ? ഇനി നമ്മൾ വീണ്ടും അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്ത് വേണം? ആ ഡിസ്ചാർജ് സമ്മറി നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഓക്കെ സിസ്റ്റത്തിലുണ്ട് എങ്കിൽ പോലും അത് വേണം. എന്തിനാണ് അത് അങ്ങനെ ആ പേഷ്യൻസിന്റെ റെക്കോർഡ് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്നത്? എന്തിനാ? കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഇനി അടുത്ത പ്രാവശ്യവും ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ മെഡിക്കൽ റെക്കോർഡ് നോക്കിയാൽ മതിയില്ലേ? കണ്ടിന്യൂറ്റി കിട്ടാൻ ആ മെഡിക്കൽ റെക്കോർഡ് നോക്കിയാൽ മതി. ഇന്ന അസുഖമായിരുന്നു, ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഇന്ന മെഡിസിൻസ് ആണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഇതെല്ലാം എല്ലാ ഡീറ്റെയിലും എവിടെ? മെഡിക്കൽ റെക്കോർഡിലുണ്ട്. അപ്പോ എന്താണ്? അത് ആ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് സംവിധാനം ഹോസ്പിറ്റലിലുണ്ട്. മെഡിക്കൽ റെക്കോർഡ് റിഫ്ലക്ട് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. മെഡിക്കൽ റെക്കോർഡ് റിഫ്ലക്ട് ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. നമ്മുടെ നമുക്ക് തരുന്ന പരിചരണം അതിന്റെ തുടർച്ച പ്രതിഫലിപ്പിക്കുന്ന ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ഓക്കെ, മാറിപ്പോരുത് കേട്ടോ. IMS നമ്മൾ പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട് 3. ഇനി എങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡ് എന്നാ പറഞ്ഞേക്കുന്നത്? ആ പരിചരണത്തിന്റെ തുടർച്ച പ്രതിഫലിപ്പിക്കുന്ന മെഡിക്കൽ റെക്കോർഡ്, അതിനു വേണ്ടിയുള്ള മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ഓക്കെ, അത് രണ്ടും നോട്ട് ചെയ്യണം. 3ഉം 4ഉം മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. അടുത്ത നോക്കിയേ, IMS 5 ആണ്. The organization maintain confidentiality. Confidentiality എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യാത്മകത. ഇത് ആർക്കും കൊടുക്കില്ല അല്ലെ? അത് അവര് സെക്യൂർ ആയിട്ട് വെക്കുന്നതാണ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. രഹസ്യാത്മകത, കോൺഫിഡൻഷ്യൽ ആയിട്ട്. Then integrity, സംയോജകത. സെക്യൂരിറ്റി, സുരക്ഷിതത്വം ഓഫ് റെക്കോർഡ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സമഗ്രത, സമ്പൂർണത എന്നൊക്കെ ഉള്ളത്. അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാണ് ഈ പേഷ്യൻസിന്റെ ഡേറ്റ ഇൻഫർമേഷൻസ് ഹോസ്പിറ്റൽ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്തത്? ആർക്കെങ്കിലും എടുത്തോണ്ട് പോകുന്ന രീതിയിലാണോ? എങ്ങനെയാണ് ഡേറ്റാസ് ഇൻഫർമേഷൻ അവിടെ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? എങ്ങനെ വേണം? കോൺഫിഡൻസ്, രഹസ്യാത്മകത വേണം, അത് സെക്യൂർ ആയിരിക്കണം, പിന്നെ ഇന്റഗ്രിറ്റി, ഒരു സമ്പൂർണത അല്ലെങ്കിൽ സമഗ്രത ഉണ്ടായിരിക്കണം. ആ രീതിയിലാണ് മെഡിക്കൽ ഡേറ്റാസ് ആൻഡ് ഇൻഫർമേഷൻസ് ഹോസ്പിറ്റല് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തതാണ് IMS 6 ആണ്. 6 കേട്ടോ.
The organization ensures ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉറപ്പുവരുത്തുക availability of current and relevant document. ലഭ്യത availability of current and relevant document, records data and information and provides for retention of the same. അപ്പൊ എന്താണ് ആ ഒരു സ്ഥാപനം ഉറപ്പുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് നിലവിലുള്ളതും റിലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്, റെക്കോർഡ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അതിന്റെ ലഭ്യത ആ സ്ഥാപനം ഉറപ്പുവരുത്തുന്നുണ്ട്. ആൻഡ് പ്രൊവൈഡ് ഫോർ റീടെൻഷൻ ദ സെയിം അതേപോലെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ കുറെ നാള് മുമ്പായിരുന്നു ഹോസ്പിറ്റലിൽ കണ്ടത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങള് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ അറിയണമെങ്കിൽ ആണെങ്കിലും നമുക്ക് എപ്പോ ചെന്നാലും നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ലഭ്യത നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇതൊക്കെ പോലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് എപ്പോ വേണമെങ്കിലും അത് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എപ്പോ വേണമെങ്കിലും അത് എടുക്കാം. അപ്പൊ അതേപോലെ തന്നെ അത് ഹോസ്പിറ്റലിൽ അവിടെ നിലനിർത്തുന്നുണ്ട്. ഇനി ലാസ്റ്റ് IMS 7 അതും ടിക്കറ്റ് കേട്ടോ. 3 പഠിച്ചാൽ മതി. ഇതിൽ നിങ്ങൾ 3ഉം 4ഉം 7 പഠിച്ചാൽ മതി. ഏതാടാ കൃഷ്ണേന്ദു, ഏതിന്റെ മീനിങ് മോള് ചോദിച്ചത്? ഞാൻ ശ്രദ്ധിച്ചില്ല. മീനിങ് എന്താണെന്ന് ചോദിച്ചു. റീടെൻഷൻ പറഞ്ഞ നിലനിർത്തുക. റീടെൻഷൻ അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിലനിർത്തുന്നുണ്ട്. അപ്പോഴെങ്ങനെയായിരുന്നോ ഇപ്പൊ 2 വർഷം കഴിഞ്ഞോ 3 വർഷം കഴിഞ്ഞോ ഒക്കെ ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴും അതേപോലെ അതിനൊട്ടും ഒരു എന്താ പറയാ ഒരു ഫോൾട്ട് വരാത്ത രീതിയിൽ അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിലനിർത്തുന്നുണ്ട്. ഇനി IMS 7 എന്താന്ന് നോക്കിയേ. The organization carries out a review of medical record. മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, അവലോകനം ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. The organization carry out a review of medical records. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒരു റിവ്യൂ ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ അല്ലെ, മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ് ഒക്കെ പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവരെന്ത് ചെയ്യാണ്, അത് കണക്കുകളൊക്കെ കണക്ക് എന്ന് പറഞ്ഞല്ല അവിടുത്തെ ഇതൊക്കെ ക്വാളിറ്റി ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു റിവ്യൂ ആ സ്ഥാപനം നിലനിർത്തുന്നുണ്ട്. റിവ്യൂ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. 3 നമ്മൾ പറഞ്ഞത്. IMS 3 കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ഇനി 4 എന്താണ്, അത് എങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡാണ്, ആ നമ്മുടെ പരിചരണത്തിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ, കണ്ടിന്യൂറ്റി അങ്ങനെ നോക്കിയാലും മതി. കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലേ, അങ്ങനെയുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ്. പിന്നെ അടുത്തത് 7 അതെന്ത് ചെയ്യാനുള്ള ഇതുണ്ട്, റിവ്യൂ, മെഡിക്കൽ റെക്കോർഡിന്റെ റിവ്യൂ അത് ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ നാവ് എന്ന് പറഞ്ഞ സെക്ഷൻ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മൊത്തത്തിലാണോ ഇന്നെടുത്തത് പറയാനാണോ? ഇവിടെ മെറിന് ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. FMS നമ്മൾ പറഞ്ഞത് 5 അത് കറക്റ്റ് ആണോ നോക്കിയോട്ടോ. 5 FMS 5 FMS 7 രണ്ടെണ്ണം 5ഉം 7. ഇനി HRM നമ്മൾ പറഞ്ഞത് 1 3 6 ഓക്കെ അല്ലെ, 1ഉം 3ഉം 6ഉം 1 3 6. ഓക്കെ, പിന്നെ അടുത്തത് IMS നമ്മൾ പറഞ്ഞത് 3ഉം 4ഉം 7. ക്ലിയർ അല്ലേ? 3ഉം 4ഉം 7. ഓക്കെ, ഇനി അപ്പൊ ആ നാവിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് JCI ആണ്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, JCI. ഓക്കെ, കണ്ടിന്യൂറ്റി തന്നെയല്ലേ കിടക്കുന്നേ. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് JCI നെ കുറിച്ചാണ്. അപ്പൊ നാവ് എന്ന് പറഞ്ഞത് നമ്മൾ എങ്ങനെയാ
എങ്ങനെയാ? നാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. ഇതിന്റെ ലാസ്റ്റ് സെക്ഷനിലെ ഒരു കമ്പാരിസൺ ടേബിൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടിനെയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യാനുള്ള ലാസ്റ്റ് സെക്ഷൻ അതെ ലാസ്റ്റ് സെക്ഷൻ ആണ് നാബിനെ JCI-യുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നാബ് എന്ന് പറഞ്ഞത് നാഷണൽ ലെവലിലാണ് കേട്ടോ. നാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് നാബ്. എന്നാൽ JCI എങ്ങനെയാ? ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റൽ വേൾഡ് വൈഡ് ആയിട്ട് ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് ഇത് JCI. അതിനുള്ള ബോഡിയാണ് JCI. അതാ എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. നാഷണൽ ലെവലിലാണെങ്കിൽ നാബും ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ JCI. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് JCI-നെ കുറിച്ചാണ്. അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. JCI എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ആ പേരിൽ തന്നെ ഉണ്ട്. ഇനി വേറെ ഒന്നും അന്വേഷിച്ച് പോണ്ട, ആ പേരിൽ തന്നെയുണ്ട്. ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോഡിയാണ് ഇത് JCI. Okay. Joint Commission International JCI is one of the world's leading non-profit patient safety organization. അപ്പൊ ലോകത്തിലെ ഏറ്റവും മുൻനിരയിലെ നോൺ പ്രോഫിറ്റ് ലാഭേച്ഛയല്ലാതെ പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് കണ്ടുകൊണ്ടല്ല, നോൺ പ്രോഫിറ്റ് എങ്ങനെയുള്ള ഓർഗനൈസേഷൻ? പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷൻ. ഇതെല്ലാം ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതും ഒക്കെ. എന്താണ്? ആ ക്വാളിറ്റി ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതെന്തിനു വേണ്ടി? നമ്മുടെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി അല്ലെ? പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്രഡിറ്റേഷൻ സംവിധാനങ്ങളും ഇതൊക്കെ കൊടുക്കുന്നത് അല്ലെ? എപ്പോഴും നമ്മുടെ എന്താ പറയാ, നമ്മളെ ഫ്രണ്ട് ഓഫീസ് മുതൽ പഠിച്ചാണ് നമ്മുടെ ആരാണ് നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെ? ആരാണ്? പേഷ്യന്റ് ആണ്. അതായത് പേഷ്യന്റ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇല്ല, പേഷ്യന്റ് ചെന്നാലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ പേഷ്യന്റിനാണ് അവിടെ മുൻതൂക്കം. പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷൻ ആണ്. Joint Commission International is one of the world's leading non-profit patient safety organization. ലോകത്തിലെ ഏറ്റവും മുൻനിരയിലെ ലാഭേച്ഛയായിട്ട് പ്രവർത്തിക്കുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. JCI seeks a world where every patient receive a highest quality of care possible. എന്താണ് അവരുടെ ഉദ്ദേശം? എന്താ? ഓരോ പേഷ്യന്റിനും ലഭ്യമാകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ക്വാളിറ്റി അല്ലെ, ഏറ്റവും നല്ല ഏറ്റവും ഗുണനിലവാരമുള്ള പരിചരണം ലഭിക്കണം. അതാണ് JCI സീക്ക് ചെയ്യാന്ന് വെച്ചാൽ അന്വേഷിക്കുക, ഈ ലക്ഷ്യമിടുന്നത് ഗോള്. നമുക്ക് പേഷ്യന്റിന് എന്താ? ഹൈ ക്വാളിറ്റി കെയർ പേഷ്യന്റിന് കിട്ടണം. അതാണ് അവര് ഫോക്കസ് ചെയ്യുന്നത്. Okay, every patient receive high quality of care. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അതാണ് ഒരു എയിം. ഓരോ പേഷ്യന്റിനും നല്ല ഗുണനിലവാരമുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള കെയർ കിട്ടണം. അതാണ്. The most visible way we can chase this goal is through our accreditation program. അണ്ടർലൈൻ ചെയ്തിട്ട് ഇനി ഇപ്പൊ നമുക്കപ്പോ നമ്മുടെ ഗോള് പറഞ്ഞല്ലോ, എന്താ? ഹൈ ക്വാളിറ്റി കെയർ പേഷ്യന്റിന് കൊടുക്കണം. അതാണ് ഗോള്. അപ്പൊ ഈ ഗോള് നമ്മൾ ചേസ് ചെയ്യാനായിട്ട് ഏറ്റവും സാധ്യമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എങ്ങനെയാ? ത്രൂ അവർ അക്രഡിറ്റേഷൻ. എങ്ങനെയാ ഈ ഗോള് സാധ്യമാക്കാൻ പറ്റുള്ളൂ? അക്രഡിറ്റേഷനിലൂടെ. നമ്മൾ പറഞ്ഞില്ലേ, അക്രഡിറ്റീവ് ഹോസ്പിറ്റൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കണ്ട. എല്ലാ ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളും എന്താ ഉറപ്പുവരുത്തി ആ കറക്റ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച് അങ്ങനെയുള്ളവർക്കാണ് അക്രഡിറ്റേഷൻ ആ ഒരു അംഗീകാരം കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പക്കാ ഹോസ്പിറ്റൽ ആണ് അല്ലെ? നമുക്ക് പേടിക്കേണ്ട. എല്ലാ സുരക്ഷയും ക്വാളിറ്റിയും അത് ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നതിന് കൊടുക്കുന്ന അംഗീകാരമാണ് അക്രഡിറ്റേഷൻ. അപ്പൊ നമുക്ക് ഇതൊക്കെ എങ്ങനെ നമുക്ക് ചേസ് ചെയ്യാൻ പറ്റുള്ളൂ? ഹൈ ക്വാളിറ്റി കെയർ പേഷ്യന്റിന് എങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ? ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ഗോള് നേടുന്നതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? അക്രഡിറ്റേഷൻ ആണ്. അണ്ടർലൈൻ ചെയ്തോളണം അത്. To that end, JCI regularly publishes a demanding set of standards that represent the most current thinking in patient safety and quality improvement. അപ്പോ ഇതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്ന ഏറ്റവും നമുക്ക്
രണ്ട് കാര്യങ്ങളാണ്, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അപ്പൊ ഏറ്റവും ക്വാളിറ്റിയും പേഷ്യന്റ് സേഫ്റ്റിയും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും പുതിയ ചിന്താഗതികള് ഉൾക്കൊള്ളുന്ന കൃത്യമായ മാനദണ്ഡങ്ങൾ എന്തിനു വേണ്ടി? ആ പേഷ്യന്റ് സേഫ്റ്റി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അതിനു വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ചിന്താഗതികള് ഉൾക്കൊള്ളുന്ന മാനദണ്ഡങ്ങള് JCI എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? റെഗുലർലി പബ്ലിഷസ്. JCI കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ സ്റ്റാൻഡേർഡ്സ്. എന്തൊക്കെയാണോ പേഷ്യന്റ് സേഫ്റ്റി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഇപ്പോഴത്തെ ചിന്താഗതികൾ. അതാണ് നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ്സ് 3 വർഷമൊക്കെ കൂടുമ്പോൾ അവരത് പുതുക്കും എന്നുള്ളത് പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ റിവ്യൂ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഏറ്റവും പ്രസന്റ് ആയിട്ടുള്ള സേഫ്റ്റി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അതൊക്കെ ഉൾക്കൊള്ളുന്ന പബ്ലിഷേഴ്സ്, അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ JCI പതിവായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. Then healthcare organizations that are able to meet this standard must undergo a comprehensive and rigorous on-site survey conducted by the JCI in order to achieve the accreditation. ഇനി accreditation കിട്ടുന്നതിന് ഞാൻ വെറുതെ പോയി എനിക്ക് accreditation തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുമോ? JCI എടുത്ത ഒരു അക്രഡിറ്റേഷൻ അങ്ങോട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് തരുമോ? ഇല്ല. ആ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞൊരു ഇച്ചിരി ടാസ്ക് ഉള്ള കാര്യം അത്, അല്ലെ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ ഈ അക്രഡിറ്റേഷൻ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? എന്ത് ചെയ്യണം? ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഈ സ്റ്റാൻഡേർഡുകൾ പാലിക്കണം. ഈ സ്റ്റാൻഡേർഡുകൾ പാലിക്കണം. അപ്പൊ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഈ അവര് പറയുന്ന മാനദണ്ഡങ്ങള് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, അത് പാലിക്കണം. അത് മാത്രം പോരാ, എന്ത് ചെയ്യണം? കോംപ്രിഹെൻസീവ് സമഗ്രമായിട്ടുള്ള റിഗറസ് എന്ന് പറഞ്ഞാൽ കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേ. ആ JCI കണ്ടക്ട് ചെയ്യുന്ന സർവേയില്ലേ, ഓൺസൈറ്റ് സർവേ, അതും അവര് എന്ത് ചെയ്യണം? അതിനും വിധേയമാകണം. അങ്ങനെയുള്ള ഓൺസൈറ്റ് സർവേ പരിശോധനകൾക്ക് വിധേയമാകണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് പാലിച്ചാൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? നമുക്ക് അക്രഡിറ്റേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതാ പറഞ്ഞ ഇച്ചിരി ടാസ്ക് ആണ്. പെട്ടെന്ന് ഓടിച്ചെന്ന് അക്രഡിറ്റേഷൻ തന്നെന്ന് പറഞ്ഞാൽ JCIയോ NABO ഒന്നും അക്രഡിറ്റേഷൻ തരൂല. എന്തൊക്കെയാ ചെയ്യേണ്ടത്? നമ്മൾ അവിടെ ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആ JCI പറയുന്ന അല്ലെങ്കിൽ NABO പറയുന്ന ആ സ്റ്റാൻഡേർഡുകൾ അവിടെ പാലിക്കണം. പിന്നെ അതുപോലെ JCI കണ്ടക്ട് ചെയ്യുന്ന ഓൺസൈറ്റ് സർവേ അതെങ്ങനെ? കോംപ്രഹെൻസീവ് റിഗ്രസ് ആണ്. അത് സമഗ്ര കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേ JCI കണ്ടക്ട് ചെയ്തത് അതിന് വിധേയമാകണം. ഈ സ്റ്റാൻഡേർഡുകളൊക്കെ പാലിച്ചാൽ മാത്രമേ അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. വൺസ് അക്രഡിറ്റഡ്, ഇനി ഒരു പ്രാവശ്യം നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടി, ഇനി ഞാൻ പേടിക്കണ്ട, ഇനി എനിക്ക് എല്ലാ കാലവും കിട്ടും എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. വൺസ് ദ അക്രഡിറ്റഡ്, ഒരു പ്രാവശ്യം നമുക്ക് പുതുക്കണം, റിവ്യൂ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിയാലോ, ദ ഓർഗനൈസേഷൻ മസ്റ്റ് കണ്ടിന്യൂ ടു മീറ്റ് അവർ സ്റ്റാൻഡേർഡ്സ്. എന്ത് ചെയ്യണം? ആ മാനദണ്ഡങ്ങൾ പതിവായിട്ട് അവർ പാലിക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഒരു പ്രാവശ്യം ഇനി അക്രഡിറ്റേഷൻ കിട്ടി, ഇനിയിപ്പോ ഞാൻ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ സർവീസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നടക്കൂല. ഒരു പ്രാവശ്യം നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടി, ഇനി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകണം. കണ്ടിന്യൂ ടു മീറ്റ് അവർ സ്റ്റാൻഡേർഡ്സ്. ആ മാനദണ്ഡങ്ങള് അവര് പതിവായിട്ട് പാലിക്കണം. ആൻഡ് ആർ റെഗുലർലി അസസ്ഡ് ത്രൂ പീരിയോഡിക് റീസർവേ. അവരെന്ത് ചെയ്യും? റീസർവേ നടത്തും. അതായത് നമ്മൾ പറഞ്ഞില്ലേ, NABന്റെ കാര്യത്തിൽ പറഞ്ഞു, ഒരു 3 വർഷം കൂടുമ്പോഴും അവര് NAB മാനദണ്ഡങ്ങൾ പുതുക്കുന്നു, അത് റീസർവേ ചെയ്യണം. ഹോസ്പിറ്റല് അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിട്ടുണ്ടോ, ഇനി അതിലെന്തെങ്കിലും കുറവ് വരുത്തേണ്ടിട്ടുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻ ഇല്ല, അവിടെ കട്ടായി അവിടെ. അപ്പൊ അത് അവര് കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും 3 വർഷത്തേക്ക് കൂടി അക്രഡിറ്റേഷൻ കിട്ടി. അങ്ങനെയാണ്. അപ്പൊ പീരിയോഡിക് ഈ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്? റെഗുലർലി അസസ്ഡ് ത്രൂ പീരിയോഡിക് റീസർവേ.
Then JCI is completely independent from the organization we accredited. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ പറഞ്ഞു അത് റീസർവേ നടത്താറുണ്ട്. ഇനി എങ്ങനെയാണ് JCI എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആണ് from the organization we accredited. Accreditation കൊടുക്കുന്ന ഓർഗനൈസേഷനിൽ നിന്ന് ഈ JCI പൂർണ്ണമായിട്ടും സ്വതന്ത്രമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ആരുടെയെങ്കിലും ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ കിട്ടില്ല. JCI പറയുന്ന ആ കറക്റ്റ് മാനദണ്ഡങ്ങള് ആ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഫ്രം ഓർഗനൈസേഷൻ വി അക്രഡിറ്റഡ്. ഇനി അടുത്ത് നോക്കിയേ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ക്വാളിറ്റി വായിക്കാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾ ആ എംബ്ലോ നോക്കി അഷുറൻസ് എന്നാണ് അത് കാണുന്നത് അല്ലെ. അപ്രൂവൽ എന്നാണ് അല്ലെ. ഇത് വായിക്കാൻ പറ്റുള്ള എംബ്ലം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ക്വാളിറ്റി അപ്രൂവൽ. അത് ആ ഒരു എംബ്ലാണ് കേട്ടോ. അവർക്ക് ഇത് സർട്ടിഫൈ ചെയ്യുന്നത് ഓർഗനൈസേഷൻ അക്രഡിറ്റഡ് ബൈ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. താഴെ എഴുതിയിട്ട് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ കൊടുത്ത ഓർഗനൈസേഷൻ ആണ്. ആ എംബ്ലവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി JCI. ഈ JCI എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ വേണം കേട്ടോ അവിടെ. പാരഗ്രാഫ് കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് നോക്കി JCI ഇച്ചിരി വലുതാക്കി വയ്ക്കാം, കണ്ണു വയ്ക്കണം. JCI, Joint Commission International, also work to improve the quality of care within all hospital. എന്താ JCI എങ്ങനെയാ വർക്ക് ചെയ്യുന്നേ, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? Improve the quality of care within the hospital, not just those that are capable of meeting our accreditation standard. അതായത് ഈ അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിവുള്ള ആ ഹോസ്പിറ്റലിൽ മാത്രമല്ല, മറ്റ് ഹോസ്പിറ്റലുകളിലും JCI ഇതിന്റെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് അവർക്കും ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയിൽ അപ്പൊ അവരും എന്താണ് മറ്റുള്ള ഹെൽത്ത് ഈ മറ്റുള്ള ഹോസ്പിറ്റലിന്റെ ഉള്ളില് അതായത് ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള വർക്കുകളും കാര്യങ്ങളും JCI അതിനു വേണ്ടിയിട്ടും JCI പ്രവർത്തിക്കുന്നുണ്ട്. Our global experts regularly assist hospital, municipal governments and ministers of health as they pursue their own quality goals and patient care outcome. Okay, അതായത് എവിടേക്കൊക്കെയാ ഹോസ്പിറ്റൽ our global expert regularly assess. അവരെ പതിവായിട്ട് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലുകള്, മുനിസിപ്പൽ ഗവൺമെന്റ്സ്, മിനിസ്ട്രീസ്, ആരോഗ്യ മന്ത്രാലയങ്ങള് എന്നിവയൊക്കെ അവരുടെ ഗുണനിലവാര ലക്ഷ്യങ്ങളും ആ പേഷ്യന്റ് കെയർ രോഗി പരിചരണവും മെച്ചപ്പെടുത്താനായിട്ട് JCI പതിവായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്, റെഗുലർലി അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ സഹായിക്കും. ഹോസ്പിറ്റലുകളിലും മുനിസിപ്പൽ ഗവൺമെന്റ് ആൻഡ് മിനിസ്റ്റേഴ്സ്, ആരോഗ്യ മന്ത്രാലയങ്ങളിലും ഒക്കെ എന്താണ് ഈ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആ ലക്ഷ്യങ്ങൾ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടണം അല്ലെ, ഗുണനിലവാര ലക്ഷ്യങ്ങൾ രോഗി പരിചരണം ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി JCI പതിവായിട്ട് സഹായിക്കുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഗ്ലോബൽ എക്സ്പേർട്ടുകൾ അവരെ സഹായിക്കുന്നുണ്ട്. The Joint Commission International is a US-based accreditation body dedicated to improving healthcare quality and safety around the world. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. US-based accreditation ബോഡിയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. dedicated എന്തിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന to improving healthcare quality and safety around the world. ലോകത്തിലെ മൊത്തം ഹെൽത്ത് കെയർ പേഷ്യൻസിന്റെ സേഫ്റ്റി, ഹെൽത്ത് കെയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ബേസ്ഡ് അക്രഡിറ്റേഷൻ ബോഡിയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഡാഷ് ഈസ് എ US based accreditation body എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് അങ്ങനെ ചോദിക്കാം. Joint Commission International. The Joint Commission strive to continuously improve the safety and the quality of care provided to the public
through the provision of healthcare accreditation services that support the performance enhancement in healthcare organization. Joint Commission strive ചെയ്യാൻ പരിശ്രമിക്കുക. അതായത് ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ ആ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പെർഫോമൻസ്, അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഒക്കെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ പിന്തുണയ്ക്കുന്ന ഒരു ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സർവീസ്, ഒരു ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സർവീസ് നൽകുന്നതിലൂടെ, ഒരു ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സർവീസ് നൽകുന്നതിലൂടെ ഈ ജോയിന്റ് അതിനു വേണ്ടിയിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സേഫ്റ്റി ക്വാളിറ്റി ഓഫ് കെയർ കണ്ടിന്യൂസ് ആയിട്ട് ആ ഹോസ്പിറ്റലിനെ ഇംപ്രൂവ് ചെയ്യാൻ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ പരിശ്രമിക്കുന്നുണ്ട്. സ്ട്രൈവ് ചെയ്യാന്ന് വെച്ചാൽ പരിശ്രമിക്കാം. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? ജോയിന്റ് കമ്മീഷൻ സ്ട്രൈവ് ടു കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. സേഫ്റ്റി ക്വാളിറ്റി ഓഫ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് തുടർച്ചയായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ആര്? പ്രൊവൈഡ് ടു ദ പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യാൻ ത്രൂ എങ്ങനെ? പ്രൊവിഷൻ ഓഫ് ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സർവീസ് നൽകുന്നതിലൂടെ. എന്തിന്? ദാറ്റ് സപ്പോർട്ട് ദ പെർഫോമൻസ് എൻഹാൻസ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ പിന്തുണയ്ക്കുന്ന ഒരു അക്രഡിറ്റേഷൻ സർവീസ് നിലനിർത്തിക്കൊണ്ട് തുടർച്ചയായിട്ട് സേഫ്റ്റി ക്വാളിറ്റി ഓഫ് കെയർ അത് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനായിട്ട് JCI പരിശ്രമിക്കുന്നുണ്ട്. Since 1951, the Joint Commission has maintained state-of-art standards that are focused on improve the quality and the safety of care provided by the healthcare organization. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. Since 1951, the Joint Commission has maintained state-of-the-art standard that focused on. In the state-of-art standard, maintain chedu. Indine focus on improve the quality and the safety of care provided by healthcare organization. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സ്റ്റാൻഡേർഡ്സ് ഈ ജോയിന്റ് കമ്മീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് 1951. Its comprehensive accreditation process evaluate an organization compliances with these standards and other accreditation requirements. ഈ ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള ഈ അക്രഡിറ്റേഷൻ കൊടുക്കുക. അക്രഡിറ്റേഷൻ പ്രോസസ് എന്താ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്താ? ഓർഗനൈസേഷൻ കംപ്ലൈൻസസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. ഈ സ്റ്റാൻഡേർഡുകൾ അതർ അക്രഡിറ്റേഷൻ റിക്വയർമെന്റ്സ് ഉണ്ടോ? അതായത് ഈ സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പാലിക്കുന്നുണ്ടെന്ന് ഈ പ്രോസസ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ റിക്വയർമെന്റ്സ് വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിപ്പോ അണ്ടർലൈൻ ചെയ്തത് അത്രയൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഫുള്ളായിട്ടൊന്നും നോക്കണ്ട. എന്താന്നുള്ള സംഭവം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട്. ഹിസ്റ്ററിയാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട് നമ്മൾ ഇതെങ്ങനെയൊക്കെയാണ് സർവേ ചെയ്യുന്നതെന്നും ആ പ്രോസസ്സും ഒക്കെ ജസ്റ്റ് ഇനി വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ബൈ. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിടണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നതാണേ. പെട്ടെന്ന് പകുതി വെച്ചിട്ടല്ലേ ഞാൻ കയറിയത്. മറ്റേ മിസ്സുമാരൊക്കെ 6th മൊഡ്യൂളൊക്കെ എത്തിയെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഒരുപാട് സ്പീഡിൽ പോകാനും പറ്റൂല. ഇത് ബേസ് തന്നെയാണ്. നല്ലോണം നമ്മളത് മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം. ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സ്, അതിന്റെ സ്റ്റെപ്സ്, കാര്യങ്ങൾ അങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് JCI നമുക്ക് പഠിക്കാണ്ട്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ.
ഓക്കെ ആണ് മിസ്സേ, ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, അത് മതി. ഓക്കെ, താങ്ക് യു.